കഥകളുമായൊരു മുത്തശ്ശൻ, കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ. കഥ കഥേ കഥ കഥ. ഇന്ന് മുല്ല നസ്രുദ്ദീനെ കുറിച്ചൊരു കഥയാണ്. മുല്ല നസ്രുദ്ദീൻ നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല തമാശക്കാരനായിരുന്നു. മുല്ല നസ്രുദ്ദീനെ കുറിച്ച് ഒരുപാട് തമാശ കഥകളുണ്ട് കേട്ടോ. അതിലൊരു കഥ ഇന്ന് പറയാം. മുല്ല ഒരു ദിവസം ചന്തയിൽ പോയി. എന്തിനാ പോയെന്നറിയോ? ഒരു കഴുതയെ വാങ്ങാൻ. പൈസ കൊടുത്തൊരു കഴുതയൊക്കെ വാങ്ങി, കഴുതയുടെ കഴുത്തിലൊരു കയറൊക്കെ കെട്ടി മുല്ല വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ. മുല്ല മുന്നില്, കഴുത പിന്നില്. മുല്ല ഓരോന്നിങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണേയില്ല. അങ്ങനെ പോകുമ്പോ രണ്ട് കള്ളന്മാര് മുല്ലയുടെ പിന്നാലെ കൂടി. അതിലൊരു കള്ളൻ എന്ത് ചെയ്തു എന്നറിയോ? കഴുതയുടെ കഴുത്തിലെ കയറെടുത്ത് സ്വന്തം കഴുത്തിലങ്ങട്ട് ഇട്ടു. ഇപ്പോ മുല്ല ആരെ വലിച്ചു നടക്കണത്? ഒരു കള്ളനെയാണേ. മുല്ല അറിയണില്ല. മറ്റേ കള്ളൻ എന്ത് ചെയ്തു എന്നറിയോ? കഴുതയുമായിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് മുങ്ങി, കഴുതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതൊന്നും നമ്മുടെ മുല്ല അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നടന്ന് 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 വീട്ടിലെത്തി. കഴുത കെട്ടാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴാ ഒരാള്. ചന്തയിൽ നിന്ന് വാങ്ങിയ കഴുത മനുഷ്യനായി മാറിയിട്ടുണ്ടല്ലോ. മുല്ല ആകെ അത്ഭുതപ്പെട്ടേ. അപ്പൊ ആ കള്ളൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ ഉപദ്രവിച്ചപ്പോഴേ ദൈവം ശിക്ഷിച്ചതാ, അങ്ങനെ ഞാൻ കഴുതയായത്. നല്ല മനുഷ്യനായ അങ്ങ് എന്നെ തൊട്ടപ്പോഴേ ഞാൻ മനുഷ്യൻ തന്നെയായി മാറി. ഒരുപാട് നന്ദി ഉണ്ടോ എന്നെ വീണ്ടും മനുഷ്യനാക്കിയതില്. ഇത് കേട്ട മുല്ലയ്ക്ക് അയാളോട് പാവം തോന്നി. അയാളോട് പൊയ്ക്കോളം പറഞ്ഞു. പോകുമ്പോ മുല്ല ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇനി ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കരുത് കേട്ടോ. അങ്ങനെ അയാൾ പോയി. ഒരാഴ്ച കഴിഞ്ഞു. മുല്ല വീണ്ടും ചന്തയിലെത്തി. ഒരു കഴുതയെ വാങ്ങണേ. കഴുതകളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാട്ടോ. അപ്പതാ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ കഴുത ഒരു ഭാഗത്ത് നിൽക്കണു. മുല്ലയ്ക്ക് ശരിക്കും മനസ്സിലായി, കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയ കഴുത തന്നെയാണല്ലോ അത്. അടുത്ത് ചെന്നിട്ട് ആ കഴുതയോട് മുല്ല പറയണേ, നീ വീണ്ടും അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ കഥ തീരാണേ. വീണ്ടും കാണാം. ബൈ ബൈ. കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ, കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ.